നെക്സ്റ്റ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിംസ് നോക്കാം. ഇത് ഫ്രെയിം വിത്തൗട്ട് സ്വേ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്വേ വേറെ തന്നെ സിലബസിൽ അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. സോ വേറെ വീഡിയോയിൽ നോക്കാം. Analysis the rigid joint frame shown in the figure by moment distribution method. ഇതാണ് നമ്മുടെ ഒരു ഫ്രെയിം. എ ബി സി ഡി ഇ ബി സിയിൽ ഒരു UDL 36 kN/m വരുന്നുണ്ട്. ആൻഡ് എ ബിയുടെ ലെങ്ത് 4 മീറ്റർ ആണ്. ബി സി 6 മീറ്റർ, സി ഡി 6 മീറ്റർ. സോ നെക്സ്റ്റ് നമുക്ക് ആദ്യമായിട്ട് അതിന്റെ കാണുന്നത് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് ആണ്. സോ മൊമെന്റ് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് എ ബി ആൻഡ് ബി എ 0 ആയിരിക്കും, കാരണം അവിടെ ലോഡൊന്നും വരുന്നില്ല. ദെൻ ഈ എഫ് സി ആൻഡ് സി എഫിൽ 0 ആയിരിക്കും. ഡി എ ആൻഡ് ഡി ഇ ഡിയിൽ 0 ആയിരിക്കും. സോ ബാക്കി വരുന്നത് എം എഫ് ബി സി WL²/12 വിച്ച് ഇസ് -108 ആൻഡ് MFCD positive 108, MFCD negative 108, MFCD DC 108 kN/m വരും. ഇനി നമുക്ക് നമ്മുടെ റിജിഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാണണം. അതിനുവേണ്ടി നമുക്ക് വരുന്ന ജോയിൻസ് എന്ന് വെച്ചാൽ ബി സി ആൻഡ് ഡി ആണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബി എന്നൊരു ജോയിന്റ് എടുക്കുക. ബി എടുത്തു കഴിഞ്ഞാൽ അവിടെ ബി എ വരുന്നുണ്ട്, ബി സി വരുന്നുണ്ട്. ബി എ ഇസ് ഈക്വൽ ടു 4EI/L ആൻഡ് 4EI/L ദാറ്റ് ഈസ് EI. ബി സി വരുമ്പോൾ ബി സി രണ്ടും സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ ഫാർ എൻഡും സിംപ്ലി സപ്പോർട്ടഡ് ആണ്, വിച്ച് ഇസ് 3EI/L. L പറഞ്ഞാൽ 6 ആണ്. സോ 2EI. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ K/sigma K. K എന്ന് പറഞ്ഞാൽ EI. EI/EI plus 2EI, which is 0.333. And BC distribution factor 2EI/EI plus 2EI 0.667. ഇത് രണ്ടും പാട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. Now join C വരുന്നത് CB വരുന്നത് 3EI/L ആണ്, ദാറ്റ് ഈസ് 2EI. 0.4 വരും. 0.4 നമുക്കിതെല്ലാം സിഗ്മ കെ കണ്ടു കഴിഞ്ഞാൽ ദെൻ സി ഡിയിൽ 2EI ആൻഡ് സി എഫിൽ വരുന്നത് 4EI/L ആണ്, വിച്ച് ഇസ് 2EI. നമുക്ക് 0.2 വരും. ദെൻ ഡി എന്ന് പറഞ്ഞൊരു ജോയിന്റിൽ നമുക്ക് ഡി സി വിച്ച് ഇസ് 3EI/L 2EI ആൻഡ് DEയിൽ 4EI/L which is EI. അങ്ങനെ 0.33 വരും. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇത് രണ്ട് സം ചെയ്യുന്നു. EI/ ഇതിന്റെ രണ്ടിന്റെയും സമ്മ് ആൻഡ് DEയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ EI/ ഇതിന്റെ രണ്ടിന്റെയും സമ്മ്. നൗ നമുക്കതിന്റെ ബാലൻസിങ് ക്യാരി ഓവർ മൊമെന്റ് നോക്കാം. നമുക്ക് വരുന്ന ജോയിൻസ് എ ബി സി ഡി ഇ ആൻഡ് എഫ്. എ എന്ന് പറഞ്ഞൊരു ജോയിന്റിൽ നമുക്ക് എ ബി മാത്രമേ വരുന്നുള്ളൂ. എന്നിൽ എ ബി മാത്രം. ദെൻ ഇൻ ബി വി ഹാവ് ബി എ ആൻഡ് ബി സി. ഇൻ സി വി ഹാവ് സി ബി, സി ഡി ആൻഡ് സി എഫ്. ആൻഡ് ഇൻ ഡി വി ഹാവ് ഡി സി ആൻഡ് DE. ദെൻ ഇയിൽ ED വരുന്നുണ്ട്, എഫിൽ ഓൺലി FC. നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എഴുതാം. നമുക്ക് ബി എയിൽ കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.33 ആൻഡ് ബി സിയിൽ കിട്ടിയത് 0.667. സി ബിയിൽ കിട്ടിയത് CBയിൽ 0.4 കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.4. ആൻഡ് സി എഫിൽ 0.2, സി ഡിയിൽ 0.4. അങ്ങനെ അത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് നമ്മൾ ഈ കോളത്തിൽ എഴുതുന്നു. നെക്സ്റ്റ് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്. നമുക്ക് കിട്ടിയ ഒരു ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് എന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തും 0 ആയിരുന്നു. നമുക്ക് ആകെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് വരുന്നത് ബി സി ആൻഡ് ബി സി, ഡി സി ആൻഡ്
ഇ ഡിയിലാണ് വരുന്നത്, ഡി സിയിൽ. സോ -108, 108, സി ഡിയിൽ 108, ഡി സിയിൽ 108. നമുക്ക് അതിന്റെ ബാലൻസിങ് ചെയ്യാം. ആദ്യം ബിയിൽ നമുക്ക് നെഗറ്റീവ് ചെയ്യാനൊന്നുമില്ല, ഇവിടെ ആകെ -108 വരുന്നുള്ളൂ. സോ അതിനെ +108 ആക്കിയിട്ട് +108 ഇൻറ്റു 0.33 36 +108 ഇൻറ്റു 0.667 72. ദെൻ ഇവിടെ 108 -108 0 ആയിട്ട് പോകും. ആൻഡ് ഹിയർ 108 പോസിറ്റീവ് ആണ്. സോ -108 ഇൻറ്റു 0.667 -72 -108 ഇൻറ്റു 0.33 -36 വരും. ഇനി ഇവിടെ ബി എയിൽ വരുന്നതിന്റെ ഹാഫ് നമുക്ക് എ ബിയിൽ വരും, ക്യാരി ഓവർ മൊമെന്റ്. ബി സിയിലെ ഹാഫ് സി ബിയിൽ വരും. ദെൻ സി ഡിയിലെ ഹാഫ് ഡി സിയിൽ വരും, ഡി സിയിലെ ഹാഫ് സി ഡിയിൽ വരും, ഡിഇയിലെ ഹാഫ് ഇ ഡിയിൽ വരും. സോ 36/2 18, 72/2 36. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് ക്യാരി ഓവർ മൊമെന്റ്. സോ നമുക്ക് നമ്മുടെ ഫൈനൽ മൊമെന്റ് കാണാം. ഇനി ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ മാത്രം ഒന്നും വരുന്നില്ല. നമുക്ക് ഫൈനൽ മൊമെന്റ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എ ബിയിൽ 18 വരും. ദെൻ ബിയിലും +36 -36, ഈ 36 ആഡ് ചെയ്യുന്നു. ഇവിടെ 108 -72 which is -36, 108 -36, sorry, +36 144 -108 plus -36 -144. അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ മൊമെന്റ് വരും. ഇനി നമുക്ക് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മാക്സിമം മൊമെന്റ് WL²/8 വെച്ചിട്ട് നമുക്ക് 162 പാരബോളിക് വരും. ദെൻ നമ്മുടെ ഫിക്സ്ഡ് ഓരോ എൻഡിലെ മൊമെന്റ് ബിയിൽ നമുക്ക് 36 വരുന്നുണ്ട്, സിയിൽ നമുക്ക് 144 വരുന്നുണ്ട്, ഡിയിൽ 36 വരുന്നുണ്ട്. ജോയിൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബിയിലും എയിലും ഇവിടെ ബി എയിൽ 36 വരുന്നുണ്ട്, ദെൻ എ ബിയിൽ 18 വരുന്നുണ്ട്. ദിസ് ഈസ് അവർ മൊമെന്റ്. സിമിലർലി ഡിഇയിൽ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരും. നൗ അനാലിസിസ് ഓഫ് ഫ്രെയിം ബൈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. നമ്മുടെ മറ്റേതൊരു ഇമ്പോർട്ടൻറ്റ് കേസ് പറഞ്ഞ പോലെ എൻഡിൽ സിംപ്ലി സപ്പോർട്ടഡ് വരുന്ന ഒരു കേസ്, അത് നോക്കാം. അതിലാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം സിമ്പിൾ ഫ്രെയിം, സിമ്പിൾ ആയിട്ട് തന്നെ ബീം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫ്രെയിം. ഒരെൻഡ് ഫിക്സ്ഡ് ആണ്. ദെൻ എ ബിയിൽ 30 kN ലോഡ് വരുന്നുണ്ട്. ദെൻ ബി സിയിൽ 90 kN, സി ഡിയിൽ 40 kN, ആൻഡ് ബി എഫ് ഇസ് ദ കോളം ആൻഡ് സിഇ. സോ നമുക്ക് ഇവിടെ ബി എഫ് ആൻഡ് എഫ് ബിയിൽ 0 ആയിരിക്കും, സിഇ ആൻഡ് ഇ സിയിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് 0 ആയിരിക്കും. ബാക്കിയുള്ള ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടുപിടിക്കാം. MFAB WL²/12 വെച്ചിട്ട് -40, ബി എയിൽ +40, ആൻഡ് ബി സിയിൽ -WAB²/L² -80. ദെൻ MFCBയിൽ 40 kN and MFCDയിൽ -30 and MFDCയിൽ 30 kN. Now നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണാം. നമുക്കിവിടെ 3 ജോയിന്റ് ആണ് വരുന്നത്, ബി, സി ആൻഡ് ഡി. ഡി നമുക്ക് ലാസ്റ്റ് എൻഡ് മൊമെന്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ 1 ആണ് വരിക. ദെൻ ബാക്കി നോക്കാം. ബിയില് ബി ജോയിന്റിൽ നമുക്ക് വരുന്ന മെമ്പേഴ്സ് ആണ് ബി എ, ബി സി, ബി എഫ്. സോ ബി എ എന്ന് വരുമ്പോൾ 4EI/L which is EI, ആൻഡ് ബി സി വരുമ്പോൾ ഇവിടെ ഒരു എൻഡ് മൊമെന്റ്, ഇവിടെ എൻഡ് നമുക്ക് ഫാർ എൻഡ് വരുന്നത് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് എടുക്കണം. സോ വിച്ച് ഈസ് 4 × 2 which is 8EI/L 1.33. അങ്ങനെ ദെൻ ബി എഫ് 4EI/L EI. നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് DF is equal to K/σK. സോ EI/ ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ ചെയ്ത് കഴിഞ്ഞാൽ 0.3 കിട്ടും. ദെൻ 1.33 EI/EI plus 1.33 EI plus EI 0.4 കിട്ടും. ആൻഡ് സിമിലർലി 1.3 കിട്ടും. ദെൻ സി എന്ന് പറഞ്ഞൊരു ജോയിന്റിൽ നമുക്ക് വരുന്നത് CB, CD ആൻഡ് CE ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ CB
4 EI by L and CD 3 EI by L. No, 4 EI by L തന്നെയാണ് വരിക. അതിന്റെ ഫാർ എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ദെൻ CE എന്ന് പറയുന്നത് 4 EI by L നമുക്ക് തന്നെ 0.4 0.3 0.3 നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കിട്ടി നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. ദെൻ D എന്ന് പറഞ്ഞ ആ ഒരു സിംപ്ലി സപ്പോർട്ടറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ്. Now നമുക്ക് അതിന്റെ ക്യാരി ഓവറും ബാലൻസിങ്ങും ചെയ്യാം. ഇത് കുറച്ചൊരു ഡിഫറെന്റ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. സോ നമുക്ക് വരുന്ന ജോയിൻസ് A, B, C, D, E and F. അവിടെ വരുന്ന മെമ്പേഴ്സ് ആണ് എയിൽ AB, ബിയിൽ BA, BF, BA, BF ആൻഡ് BC. സിയിൽ വരുമ്പോൾ CB, CE ആൻഡ് CD. ദെൻ DCയിൽ DC മാത്രം വരും. ECയിൽ E എന്ന് പറഞ്ഞൊരു ജോയിന്റിൽ EC മാത്രം വരും. Fയിൽ FB മാത്രം വരും. ഇനി നമുക്ക് കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഇവിടെ എഴുതി കൊടുക്കാം. ഓരോന്നും നമ്മൾ ആ കോളം നോക്കിയിട്ട് നമുക്കിവിടെ നോക്കി എഴുതി കൊടുക്കാം. DCയിൽ 1 വരും. അത് നമ്മളൊന്ന് കെയർ ചെയ്യണം അവിടെ. ഇനി നമുക്ക് കിട്ടുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റ് എവിടേക്കാണോ വരുന്നത് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ABയിൽ -40, ദെൻ BFയിൽ 0, BAയിൽ 40 വരും. BFയിൽ 0 ആണ്. BCയിൽ -80. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അടുത്തത് ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാലൻസിങ് ആണ്. ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ 40 -30 -15. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വരുന്നുണ്ടല്ലോ അതിനെ ബാലൻസ് ചെയ്യണം. എന്നിട്ട് അതിനെ ക്യാരി ഓവർ മൂവ്മെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണം. ആ ഒരു സിംപ്ലി സപ്പോർട്ടഡ് എൻഡിനെ ബാലൻസ് ചെയ്തിട്ട് അതിന്റെ കേസ് അവിടെ ക്ലോസ് ചെയ്യണം. സോ ദിസ് 30നെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. പോസിറ്റീവ് 30നെ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ദാറ്റ് ഇസ് -30 × 1 ചെയ്യുമ്പോൾ -30 വരും. ആൻഡ് അതിന്റെ ഹാഫ് DCയുടെ ഹാഫ് CDയിലേക്ക് ഹാഫ് പോകും. ദാറ്റ് ഇസ് -15. ആ ഒരു ക്യാരി ഓവർ മൊമെന്റ് അവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്ത ബാലൻസിങ്ങിലാണ് ബാക്കി എല്ലാത്തിനും നമ്മൾ ബാലൻസ് ചെയ്യുക. സോ ഇതില് 40 -80 നമുക്ക് -40 കിട്ടും. നമ്മൾ അതിനെ പോസിറ്റീവ് ആയി എടുക്കുക. ദാറ്റ് ഈസ് 40, പോസിറ്റീവ് 40. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് 40 × 0.3 ദാറ്റ് ഈസ് 12. 40 × 0.3 12, 40 × 0.4 16. ദെൻ ഇവിടെ വരുന്നത് 40 -30 -15. ഈ ഒരു മൂന്നും നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 5 കിട്ടും. നമുക്ക് -5 ആണ് കിട്ടുക. നമ്മളതിനെ പോസിറ്റീവ് ആക്കും. സോ 5 × 0.4 2, 5 × 0.3 1.5, 5 × 0.3 1.5. ഇനി നമുക്കതിനെ ക്യാരി ഓവർ മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 12 BAയിൽ വരുന്നതിന്റെ പകുതി നമുക്ക് ABയിൽ വരും. BCയിൽ വരുന്നതിന്റെ പകുതി CBയിൽ 8 വരും. ആൻഡ് CBയിൽ വരുന്നതിന്റെ 2ന്റെ പകുതി 2 ഹാഫ് ആക്കിയാൽ 1 നമുക്ക് BCയിൽ വരും. ആൻഡ് CDയുടെ പകുതി ഇങ്ങോട്ട് പോകാൻ ഇനി ഒന്നുമില്ല. നമ്മൾ അത് ഓൾറെഡി അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു CDയുടെ കാര്യം. സോ നമുക്ക് അവിടെ 0 വരും. നൗ ഇവിടെ ബാലൻസ് ആയിരിക്കുന്ന BFന്റെ 12ന്റെ മൊമെന്റ് ഉണ്ടല്ലോ, ആ 12 എന്ന് പറഞ്ഞ മൊമെന്റിന്റെ പകുതി നമുക്ക് FBയിലേക്ക് പോകും. സോ 12 × 0.5 6 ഇവിടെ വരും. ആൻഡ് നമുക്ക് ഇവിടെ ബാലൻസ് ആയി കിടക്കുന്ന C എന്ന് പറഞ്ഞ ജോയിന്റിൽ ECയിൽ 1.5 ഉണ്ടല്ലോ, അതിന്റെ പകുതി ECയിലേക്ക് പോകും. സോ 1.5 × 0.5 0.75. ഇനി നമുക്ക് ക്യാരി ഓവർ മൊമെന്റ് കിട്ടി. നമുക്ക് ഇനി അതിനൊന്ന് ബാലൻസ് ചെയ്യാം. സോ ഇവിടെ കിട്ടിയ 1 ആണ്, പോസിറ്റീവ് 1 ആണ്. സോ അതിനെ നമുക്ക് -1 ആക്കി എടുക്കുക. -1 × 0.3 -0.3 -0.3 -1 × 0.4 -0.4. ഇനി ഇവിടെ നമുക്ക് 8 ആണ് കിട്ടിയത്. അതിനെ നമുക്ക് -8 ആക്കി എടുക്കാം. -8 × 0.4 -3.2 -8 × 0.3 -2.4
8 into minus 8 into 0.3 minus 2.4. ഇനി നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ ക്യാരി ഓവർ മൊമെന്റ് നേരത്തെ ചെയ്ത അതേ റൈട്രേഷൻ മെത്തേഡിൽ ഇവിടേക്ക് ഇനി ഒന്നും പോവാൻ ഡി സിയിലേക്ക് ഇനി ഒന്നും പോവാനില്ല. സോ അതിൽ 0 വരും. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. നെക്സ്റ്റ് അതിന്റെ ഒരു ബാലൻസിങ്ങും പാട് ചെയ്യുക. ഒന്നും കൂടി ഐട്രേറ്റ് ചെയ്ത് ഐട്രേഷന്റെ പ്രത്യേകത വെച്ച് നമ്മൾ എത്രത്തോളം ഐട്രേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ആൻസർ പക്കയായിട്ട് വരും. സോ ബാലൻസിങ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എല്ലാ മെത്തേഡ് പോലെ നമ്മുടെ ഫൈനൽ മൊമെന്റ് കാണുക. നമ്മുടെ ഇവിടെയുള്ള ഓരോ മൊമെന്റ് -46 മൈനസ് 0.15 ആഡ് ചെയ്ത് കൊടുത്താൽ -34.15 കിട്ടും. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ മൊമെന്റ് കിട്ടും. ആൻഡ് വിത്ത് ഓൾ ദാറ്റ് നമുക്ക് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്.